ഖബീസ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ ഉപദേശം നമ്മളൊക്കെ ഒന്ന് കേൾക്കണം, മഹല്ലുകാർ കേൾക്കണം, മുസ്ലിം ഉമ്മത്ത് കേൾക്കണം. നബി തങ്ങൾ പറയാണ്, ഇന്നൽ മസ്അല, യാചിക്കുക എന്നത്, ലാ യഹില്ലു, അനുവദനീയമല്ല, ഇല്ലാ ലിഅഹദി സലാസത്തിൻ, ഇനി പറയാൻ പോകുന്ന 3 കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ഒരാളും യാചിക്കാൻ പാടില്ല. പരിശോധിച്ചു നോക്ക്, ഇന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഒന്ന്, തഹമ്മല ഹമാലതൻ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കടബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു. ആള് മരിച്ചു, 4 ലക്ഷം രൂപ കടമുണ്ട്, അനിയൻ ഏറ്റെടുക്കേണ്ടി വന്നു. ആ കടം തീരുന്നത് വരെ മാത്രം അയാൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് സഹായിക്ക് ചോദിക്കാം. രണ്ടാമത്തെ വ്യക്തി, അസ്വാബത്ത് ഫുലാനൻ ഫാഖതൻ, ഒരു പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു അത്യാപത്ത് സംഭവിച്ചു, വീട് പൊളിഞ്ഞു വീണു, പ്രളയം സംഭവിച്ചു, മറ്റെന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അയാളുടെ ആ പ്രശ്നം തീരുന്നത് വരെ അയാൾക്ക് ജനങ്ങളോട് സഹായം ചോദിക്കാം. മൂന്നാമത്തേത്, നാട്ടിലെ വിശ്വസ്തരായ 3 ആളുകൾ പറയുന്നു ഇയാള് ദരിദ്രനാണ്, ഇയാളെ എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ തൽക്കാല ദുരിതങ്ങൾ തീരുന്നതുവരെ അയാൾക്ക് യാചന അനുവദനീയമാണ്. അതല്ലാത്തവരെല്ലാം തെറ്റായ വഴികളിലൂടെയാണ് ചെയ്യുന്നത്. ഹദീസൊക്കെ എത്രയോ സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു ഉപദേശം, യാ ഖബീസ, ഈ 3 കാര്യങ്ങളും പറഞ്ഞിട്ട് പറയാണ്, ഖബീസ സുഹതയകുലുഹാ സ്വാഹിബുഹാ സുഹതാ, ഇതല്ലാത്ത വഴിയിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അവന് നാശമാണ്, അവന് ശാപമാണ്, അവന് കുറ്റകരമായ മോശപ്പെട്ട സമ്പാദ്യമാണ്. ഒന്നാലോചിക്കാം, നമ്മളാൽ ഒരിക്കലും ഒരു മഹത്തരമായ 27-ാം രാവാകട്ടെ മറ്റേത് ദിവസങ്ങളിലായിരുന്നാലും ശരി, ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. ആരെങ്കിലും അഭിമാനത്തോടുകൂടെ ജനങ്ങളോട് ചെന്ന് യാചിക്കുന്നവനായി മാറിയാൽ അവന്റെ സമ്പത്തിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. എത്രയോ വയറ് നിറച്ച് കഴിച്ചിട്ടും വിശപ്പ് മാറാത്തവനെ പോലെയായിരിക്കും അവന്റെ ജീവിതം. ഏതെങ്കിലും യാചകന്മാര് എനിക്ക് മതിയായി എന്ന് പറയലുണ്ടോ? ഇല്ല. അവൻ 20 കൊല്ലം കഴിഞ്ഞാലും 40 കൊല്ലം കഴിഞ്ഞാലും അവന്റെ യാചനയും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് നിർത്താനുള്ളതാണ്, ഒരാവശ്യം വരുമ്പോഴുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരാൾ നമ്മളോട് വല്ലതും യാചിച്ച് ചോദിച്ചു വന്നാൽ മര്യാദയിൽ പെരുമാറണം. ആട്ടിവിടാൻ പറ്റൂല, ഉപദ്രവിക്കാൻ പാടില്ല. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നയാൾക്കും തടയപ്പെട്ടവനായ ആളുകൾക്കുമൊക്കെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി ഉണ്ട് എന്നതും നമ്മളോടാ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. റമളാൻ